അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കുറച്ച് കാര്യം പറയാം. ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് വീഡിയോ എടുക്കുമ്പോഴാണ്. അപ്പം ഞാനൊരു പേപ്പർ കട്ട് ഉണ്ടാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. അതാണ് ഞാൻ കാണിക്കാനാണ് വീഡിയോ എടുത്തത്, നിങ്ങൾ പറയണ്ട. അല്ല, ഇതാണ് പേപ്പർ കട്ടിലോട്ട് പറഞ്ഞ വീഡിയോ എന്നാണ് കിട്ടിയത്. ഉണങ്ങാൻ വെച്ചതാണ് ഞാൻ, ഉണങ്ങി പിടിക്കട്ടെ. അപ്പം നമ്മൾ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടെന്ന് നമുക്കറിയില്ല. കാണുന്നതുകൊണ്ട് എന്ത് ചെയ്യുക, കമൻറ്റിൽ കൂടെ ഒന്ന് പറയുക. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളാരും പറഞ്ഞില്ല ഒരു ക്രാഫ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യുക, സ്റ്റിക്കർ ഉണ്ടാക്കുന്ന ഒരു പരിപാടികൾ. അതിനെന്ത് ചെയ്യുക, നമ്മൾ ഒരു A4 പേപ്പറാണ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞുതരാം ക്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു ഇത്. എന്ത് ചിത്രം വേണമെങ്കിലും എടുക്കുക. ഞാൻ പഠിച്ചത് സ്റ്റിക്കർ ഉണ്ടാക്കാനാണ്. ഒരു ചിത്രം വരയ്ക്കുക, എന്ത് വേണമെങ്കിലും വരയ്ക്കുക. നമുക്ക് ചിത്രരയിലേക്ക് പിൻട്രസ്റ്റ് പറഞ്ഞ സാധനത്തിൽ നിന്ന് എടുക്കുക. പിന്നെ നമ്മളെന്ത് ചെയ്യുക, പേപ്പർ എടുത്തിട്ട് അതിൽ കുറേ വരച്ചിട്ട് ഇത് വെട്ടുക. അത് നാട്ടിലേക്ക് ഒരു ഇത് വയ്ക്കണം. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു അവ്വ് വരച്ച് വിചാരിച്ചോ. ഇപ്പം സ്കെച്ച് എടുത്തോണ്ടല്ലോ ചുറ്റി. ഓക്കെ മാഡം. അതിൻ്റെ മാഡം വിളിച്ചറിയോ, നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ അവൾക്ക് നാണം വരുന്നുണ്ട്. ഐഡിയ ഈ സ്കെച്ചില്ല, വേറെ എടുത്തോണ്ട. ഞാൻ അങ്ങനെ ഒരു ലവ് വരച്ച് വിചാരിച്ചു. അതിൻ്റെ ഇവിടം വരെ ഇങ്ങനെ ഇങ്ങനെ വെട്ടിയിട്ടതാ. ഇങ്ങനെ വെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ എന്ത് ചെയ്യുക, ഒരു ഇങ്ങനത്തെ ഇതിലാക്കുക. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ സെലോ ടാപ്പിൽ അതെല്ലാം വെച്ചിട്ട് നിങ്ങളൊന്ന്, ഞാൻ പറഞ്ഞില്ല ലവ് കട്ട് ചെയ്ത പോലെ ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ സ്റ്റിക്കറാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കമൻറ്റും മറക്കണ്ട. കമൻറ്റ് പറയാം. ബൈ.